ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അന്നേരം ഞാൻ ആദ്യം ഒരു ബിഗ് സല്യൂട്ട് ചെയ്യുകയാണ് നമ്മുടെ ഷിൻഡോ വി ആൻഡോയ്ക്ക്. കാരണം ഈ ടോൾ പിരിവിനെതിരെ പുള്ളി പ്രതികരിച്ച ആ ഒരു പ്രതികരണം എല്ലാവരുടെ മനസ്സിലും കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെ മനസ്സിലുള്ള കാര്യമാണ്. ഈ പറഞ്ഞ എൻ്റെ മനസ്സിലും പല പ്രാവശ്യവും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ പോകുന്ന റോഡുകൾ എവിടെയും ശരിയല്ല. ഇപ്പം തന്നെ നമുക്ക് കാണാം, നമ്മുടെ ആലപ്പുഴ പോകുന്ന ആ ഒരു ടോൾ പിരിവ്, ആ റോഡിൽ കൂടെ പോണ ഓരോ മനുഷ്യർക്കും എന്താ പറയുക, നടുവേദന ഉണ്ടാകും, പല അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വഴികളാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ശാരീരികമായിട്ടായാലും പല അസ്വസ്ഥതകളും ഉണ്ടാകും. പ്രത്യേകിച്ച് ഗർഭിണികൾ ആ വഴി യാത്ര ചെയ്യാനേ പാടില്ല, ഉള്ള സത്യം പറയാമല്ല. കാരണം പല രീതിയിലും നമ്മൾ ഓരോ അനുഭവങ്ങളുണ്ടായി. ഈ 2 ദിവസം മുമ്പ് ഞാനും ആ വഴി ഒന്ന് യാത്ര ചെയ്യേണ്ട വന്നു. കാരണം അപ്പം ഞങ്ങളുടെ കാറും ചെന്ന് ഒരു കുഴിയിൽ വീണിട്ടുണ്ടായിരുന്നു. കാരണം ഈ മഴ പെയ്ത് കിടക്കുമ്പോൾ ആ കുഴിയിൽ വെള്ളം നിറഞ്ഞ് കിടന്നാൽ നമ്മളറിയില്ല, നമ്മൾ ചെന്ന് ആ കുഴിയിൽ വീഴും. വലിയ ശബ്ദത്തോടെ തന്നെയാണ് ഞാനും ചെന്ന് ആ കുഴിയിൽ പെട്ടത്. അപ്പം അത് ഒരു മോശമായ റോഡായിട്ട് തന്നെ പറയാം. കാരണം ഇപ്പോൾ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ സർക്കാരിന്, ഈ കേന്ദ്ര സർക്കാർ അങ്ങനെ എന്താണ് ഈ റോഡ് പണിയൊക്കെ ചെയ്യുന്നതെന്നാണ് എൻ്റെ ബ്രദർ പറഞ്ഞത്. NH അങ്ങനെ എന്തോ ഒരു രീതിയിലാണ്. എനിക്കതിൻ്റെ ക്ലിയർ ഭാഗമൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർക്കും ആ റോഡുകളൊന്ന് താറിട്ട് ശരിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ടോൾ പിരിവ് നമ്മൾ ഇതേ കണക്ക് എന്താ പറയുക, തൃശ്ശൂർ പോകുന്ന വഴിക്കും ഇതേ കണക്ക് ടോൾ പിരിവുണ്ട്. അതുപോലെ കുറേ വണ്ടികൾ ചില സമയത്ത് മണിക്കൂറോളം വണ്ടികൾ നമ്മൾ ടോൾ പിരിവിൽ നിൽക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. കാരണം ആരും ഈ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ടല്ലോ, അത് ചെയ്യാതെ എല്ലാവരും ചെന്ന് ചിലവർ ക്യാഷ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ടൈം കുറേ ട്രാഫിക് ബ്ലോക്കാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഈ ടോൾ പിരിവ് ഒരിക്കലും നല്ലതാണോ എന്ന് ചോദിച്ചാൽ, റോഡുകളും നല്ല രീതി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ റോഡുകൾ കുണ്ടും കുഴിയിട്ടിട്ട് അത് ടോൾ പിരിക്കുന്നത് വളരെ മോശകരമായ ഒരു വ്യവസ്ഥതയാണ്. അതിനുവേണ്ടി ആ പയ്യൻ പ്രതികരിച്ചത് ശരി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 10 മണിക്കൂറോളം ആ പയ്യൻ ആ ടോളിൽ കിടക്കേണ്ട വന്നു. അതിന് ഭക്ഷണം കഴിക്കാനോ ഈവൻ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെ സ്റ്റക്കായി. ആ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ ഒഴിച്ചോളാൻ വരെ അവർ പറഞ്ഞ രീതിയിലാണ് ആ പയ്യൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത്. ഇതിന് ഒരു 1.5 വർഷത്തിന് മുമ്പ് ഒരു സെലിബ്രിറ്റിയും ഇതേപോലെ അവിടെ ചെയ്തിരുന്നു. പക്ഷേ ഇത്ര സമയം കൊണ്ട് മാറുകയും ചെയ്തു. പക്ഷേ ഇതൊരു 10 മണിക്കൂറാണ് ആ പയ്യൻ ആ വണ്ടിയും അവിടെ ഇട്ട് ആ പയ്യൻ അതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കില്ല എന്ന് വെച്ച് നിന്നത്. കാരണം ഈ ചിലത് വർഷങ്ങളോളമായിട്ട് ടോൾ പിരിവ് നടത്തുന്ന പല സ്ഥലങ്ങളുണ്ട്. കാരണം അതിൻ്റെയൊക്കെ അവരാ റോഡ് ചെയ്തതിൻ്റെ ഇരട്ടി പൈസയും അതിൻ്റെ മുതലും എല്ലാം കൈക്കലാക്കിയതിന് ശേഷവും പിന്നെയും ടോൾ പിരിവ് നടത്തുന്ന പല സ്ഥലങ്ങളും ഇന്നും നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളുടെ നേതാക്കന്മാരും നമ്മുടെ പാർട്ടിക്കാരും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റോ ഇല്ലെങ്കിൽ എല്ലാം കൂടെ തീരുമാനിച്ച് അതിനൊരു ഒത്തിരിപ്പാക്കേണ്ട സമയപരിധി ഒത്തിരി കഴിഞ്ഞു. കാരണം ഈ നമ്മുടെ ഇവിടുത്തെ തന്നെ നിങ്ങൾക്ക് പറയാം, നമ്മുടെ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയിലെ ടോൾ പിരിവ്. കാരണം അതിൻ്റെയൊക്കെ ടൈമും കാലാവധികളും ഒത്തിരി കഴിഞ്ഞതാണ്. കാരണം ആ റോഡൊക്കെ തന്നെ പിന്നെ റിന്യൂ വർഷങ്ങളോളമായി, എന്നിട്ടും ആ ടോൾ പിരിവ് ഇന്നും നിർത്തിയിട്ടില്ല. അതും മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ അവിടെ പുതിയ പാലം വരാൻ പോകുന്നു. അന്നേരം ഈ ടോൾ പിരിവ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം അത് മേളിൽ കൂടെ ഒരു പാലമുണ്ട്. പിന്നെ അതിൻ്റെ പിരിവും പറഞ്ഞായിരിക്കും പിന്നെ അടുത്ത ടോൾ പിരിവ് നടത്താൻ പോകുന്നത്. ഇത് വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ്, പ്രവണതയാണ് ഇപ്പം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയാണ്, ഷിൻഡോ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം എല്ലാവരും അങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതാണ്. ഈ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാ വ്യക്തികളും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പിരിവ് നമുക്ക് നിർത്താൻ പറ്റും. അതിന് ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും നിന്നാൽ മാത്രമേ നമുക്ക് അങ്ങനൊരു കാര്യങ്ങളിലേക്ക് ചെന്ന് പെടാൻ പറ്റൂ. ചില സമയത്ത് നമ്മൾ ടോൾ പിരിവിൽ അവിടെ നിൽക്കുന്ന ടൈമെന്ന് വെച്ചാൽ 1 മണിക്കൂർ 2 മണിക്കൂർ പലപ്പോഴും നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടേണ്ട പല അവസ്ഥകളും ഇന്ന് കേരളത്തിൽ പല ഭാഗങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തൃശ്ശൂർ പോകുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആ ഒരു വലിയൊരു ടോൾ വരുന്നുണ്ട്. അതവിടെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് മനുഷ്യർക്ക് വരുന്നത്. പിന്നെ എന്താ പറയുക, ഇതൊക്കെ നമ്മളുടെ ഈ ഓരോ ഇപ്പം ഇതൊക്കെ ഓട്ടോമാറ്റിക്കൽ ഇല്ലെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ ദുബായിലൊക്കെ അങ്ങനെയാണെങ്കിൽ ടോൾ പിരിവ് വെച്ചാൽ മുക്കിന് ആൾക്കാർ നിന്ന് പൈസ പിരിക്കുന്നതല്ല. അതെല്ലാം ഈ കാറിൽ തന്നെ നമ്മൾ റീചാർജ് ചെയ്ത് ഒരു
സ്റ്റിക്കർ ഒട്ടിക്കും. അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കിൽ ഇങ്ങനെ പോകുന്നതാണ്. അടുത്ത ഗവൺമെൻറ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ആ റൂളൊക്കെ ഇനി ഇവിടെ വരുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ല ഇതുപോലെ ഇരുന്ന് ചിലവർ കയ്യിൽ ക്യാഷ് കൊടുക്കുന്നവരുണ്ട്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവിടെ. കാരണം അതൊക്കെ വളരെ ഇതൊക്കെ നിർത്തേണ്ട സമയങ്ങൾ ഒത്തിരി അതിക്രമിച്ച് കടന്നു ഉള്ളത് പറയാമല്ലോ. അന്നേരം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ നാട്ടിന് വേണ്ടിയാണെന്ന് പറഞ്ഞാലും ചിലതും ദോഷവും ചെയ്യുന്നുണ്ട് മനുഷ്യന് ചില കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പുതിയ റൂള് വരുമ്പോൾ ഇനി പുതിയ ഇതിനൊക്കെ വരുന്നത് എന്താണെന്നറിയില്ല. ഇനി പുതിയ റോഡ് ശരിയാകുമ്പോൾ അടുത്ത ടോൾ എന്ന് പറയുന്ന സാധനം ഇനി എന്താണോ മേടിക്കാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഇനിവേ എന്തിരുന്നാലും ഈ ടോൾ പിരിവെന്ന് പറയുന്നത് അത് റോഡുകൾക്ക് നന്നാക്കിയും നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡുകൾക്ക് കൊടുക്കുന്നുണ്ട്, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ മഴയത്ത് കുണ്ടും കുഴിയും വണ്ടികൾക്ക് ആക്സിഡൻറ്റ് പറ്റുന്ന രീതി വലിയ വലിയ കുഴികളുള്ള ഓരോ സ്ഥലങ്ങളിൽ ഈ ടോൾ പിരി നടത്തുന്നത് വളരെ മോശമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. ഞാനും ആ ഷിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ അത് ചെയ്യും. കാരണം നമ്മൾ വാഹനം ഓടിക്കുന്ന ഓരോ വ്യക്തികളും ഇല്ലെങ്കിൽ വാഹനമുള്ള ഓരോ വീട്ടുകാരും ഇതിന് സപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെത്തിച്ചേ പറ്റൂ. അല്ലാതെ നമ്മളിതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരുന്നിരുന്നാൽ ഇരിക്കാനേ സമയമുള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ഇതാണ് പറയാനുള്ളത്. ബാക്കി നാളെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബാക്കിയൊന്നുമില്ല, നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.